ബാക്കിയുള്ളവരൊന്ന് മൈക്ക് ഓഫ് ആക്കണേ ഇൻഷാ അല്ലാഹ്. ക്ലിയർ അല്ലേ? എൻ്റെ വോയിസ് ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയിരുന്നത് നാസിക് അൽ മലായിക്ക പറഞ്ഞ് നമ്മൾ നിർത്തിയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്, മുമ്പ് വന്നിട്ടുള്ളതാണ്. UP എക്സാമിന് 402/2020 18/11/2021 നടന്ന UP എക്സാമില് പാർട്ട് ടൈം UP എക്സാമില് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫസ്റ്റ് ദിവസം ക്ലാസ് എടുത്തപ്പോൾ കുറച്ച് ഇയറുകൾ പറഞ്ഞിരുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ഇയറുകൾ നിർബന്ധമില്ല, പഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. എന്നിരുന്നാൽ പോലും അവരുടെ ഇയർ ഓഫ് ബർത്ത് അനുസരിച്ച് ഇവിടെ ഓർഡർ ആക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ വന്നു, കണ്ടോ? അപ്പോൾ എന്ത് ഡീപ്പായിട്ടാണ് ചില ഭാഗങ്ങളിൽ നിന്ന് ചോദിക്കുന്നതെന്ന് മനസ്സിലായല്ലോ ഇപ്പോൾ. അപ്പോൾ ചില ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തിനാ അങ്ങനെ ചോദിക്കാത്തത്, എന്തിനാ പറയുന്നത് എന്ന് ചോദിച്ചിരുന്നു. സത്യത്തിൽ PSCയുടെ പാറ്റേൺ അനുസരിച്ച് എങ്ങനെ വേണം ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ കൂടുതൽ ഡീപ്പായിട്ട് വേറെ ഒന്നും പഠിക്കേണ്ടതില്ലെങ്കിലും ഇങ്ങനെ പ്രധാനപ്പെട്ടവരുടെ ഇയർ ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഇയർ ഓഫ് ഡെത്ത് ഒക്കെ ആ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ആ ഇയർ പഠിച്ചില്ലെങ്കിൽ ആ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കുക. ആദ്യം ആര്, പിന്നീട് ആര്, പിന്നീട് ആര് എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് ആൻസർ ചെയ്തേ. റത്തിബ് الشعراء المذكورين أدناه حسب تواريخ ميلادهم مع الاستخدام الشفرة التالية. അപ്പോൾ താഴെ ഇവിടെ അവരുടെ പേര് തന്നിട്ടുണ്ട്. മഹ്മൂദ് ദർവീഷ് 1, മഹ്മൂദ് സാമി അൽ ബാറൂദി 2, അഹമ്മദ് ഷൗക്കി 3, നാസിക് അൽ മലായിക്ക 4. അപ്പൊ ഇതിന്റെ സൈഡില് നമ്മൾ വലത് നിന്ന് ഇടതോട്ടാണ് വായിക്കേണ്ടത്. അപ്പൊ ഇതിലെ ഏതാണ് ഇവർ ജനിച്ച യഥാർത്ഥ ഓർഡർ? 2, 3, 4, 1 ആണോ? 4, 2, 3, 1 ആണോ? 1, 3, 2, 4 ആണോ? 2, 3, 1, 4 ആണോ? യെസ്, മാഷാഅല്ലാഹ്. എല്ലാവരും എ ആണ് ഉത്തരം എഴുതിയിരിക്കുന്നത്. ഇടയ്ക്ക് ചില ഡി വന്നിട്ടുണ്ട്, യെസ് വന്നിട്ടുണ്ടോ? അല്ലാ, യെസ്, കുഴപ്പമില്ല. അപ്പോൾ അത് മാറി വന്നായിരിക്കും. അപ്പോൾ ഇതില് ശരിയായ ഉത്തരം ഓപ്ഷൻ എ എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അപ്പോൾ ഈ ഇയർ ഏതൊക്കെയാണ്? മഹ്മൂദ് ദർവീഷ് ജനിച്ചത്, മഹ്മൂദ് ദർവീഷ്, അതുപോലെ മഹ്മൂദ് സാമി അൽ ബാറൂദി. അപ്പൊ ഇതിലെ ഓർഡർ അനുസരിച്ച് ഒന്നാമത്തെ ആള് മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ്. മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ്. മഹ്മൂദ് സാമി അൽ ബാറൂദി ജനിച്ചത് 1839 1839 ജനിച്ചത്. പിന്നീട് അഹമ്മദ് ഷൗക്കിയാണ്. അഹമ്മദ് ഷൗക്കി ജനിക്കുന്നത് 1868 പിന്നീട് നാസിക് അൽ മലായിക്കയാണ് 1923. അതിനുശേഷമാണ് ദർവീഷ് ജനിക്കുന്നത് 1941. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഇയർ പഠിച്ചില്ലെങ്കിലും ആ ഒരു ഓർഡർ എല്ലാവരുടെയും പഠിച്ചു വെച്ചേക്കുക. ആദ്യമാരെന്നുള്ളത്, അതെന്തെങ്കിലും ഒരു കോഡ് അതിന് പറ്റുമെങ്കിൽ സെറ്റ് ചെയ്ത് തരാം. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. അപ്പോൾ ഇതാണ് ശരിയായ ആൻസർ, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചതെന്ന് ബേസ് ചെയ്താണ്. അനൽ ബഹ്റു ഫി അഹ്ശാഇഹി ദുർറു കാമിനുൻ ഫഹൽ സഅലുൽ ഗവാസ് അൻ സദഫാത്തി. ആരാണിത് പറഞ്ഞത്? യെസ്, ഒരുപാട് ഓപ്ഷൻ ഡി വരുന്നുണ്ട്, തിരുതുര വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നിങ്ങൾ ചെയ്തത് ശരിയാണ്. ഹാഫിൽ ഇബ്രാഹിമിന്റെ ആണ്. ഹാഫിൽ ഇബ്രാഹിം. ഇത് ഫുൾ ടൈം LP 5/4/2023, അതായത് 2/6/2023 നടന്ന ഫുൾ ടൈം LP എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ഹാഫിൽ ഇബ്രാഹിമിന്റെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ്. നമ്മുടെ ലോകത്തിൽ അറബിയെ പറ്റി, അലാ ലിസാൻ ലോകത്തിൽ അറബിയ, ലോകത്തിൽ അറബിയ നമ്മോട് സംസാരിക്കുന്നത് പോലെ
നരേറ്റ് ചെയ്യുന്ന ഒരു കവിതയാണ് ഹാഫിദ് ഇബ്രാഹിം രചിച്ചത്. അതുപോലെയാണ് റജഅതു ലിനഫ്സി ഫത്തഹംതു ഹസ്വാതി വനാദിതു ഖൗമി ഫഹ്തസബ്തു ഹയാത്തി ഒക്കെ ഇതിൽപ്പെട്ടതാണ്. യെസ്, ഹാലത്തുൽ ലുഗത്തുൽ അറബിയ ഫൗസിയ പറഞ്ഞു. അപ്പോൾ ഈ വരി ഹാഫിദ് ഇബ്രാഹിമിന്റെ ആണ്. ക്ലിയർ അല്ലേ? അടുത്തത് യുഅതബറു ഹൽ കാന ഹുബ്ബൻ അബുൽ ശഅർ ഹുരിൻ അറബി സാഹിബഹു. ഇതാരാ രചിച്ചത്? മാഷാഅല്ലാഹ്, ഒരുപാട് കമന്റ് വരുന്നുണ്ട്. യെസ്, സി ആണ്. ഓപ്ഷൻ സി ആണ്. ബദർ ഷാക്കിർ സിയാബ് ആണ്. ബദർ ഷാക്കിർ സിയാബ്. അപ്പൊ ഇദ്ദേഹത്തെ ഷഅറുൽ ഹുറിലെ ഒന്നാമത്തെ ആളെന്ന് പരിഗണിക്കുന്നില്ല. ഒന്നാമത്തെ ആളായിട്ട് പരിഗണിക്കുന്ന ആരെയാണ്? നാസിക്. യെസ്, നാസിക് അൽ മലായിക്. അവരുടെ കോളറ എന്ന് പറയുന്ന കവിതയാണ് കേട്ടോ, കോളറ. ക്ലിയർ അല്ലേ? അടുത്തത് നമ്മളിത് ചർച്ച ചെയ്താണ് ക്ലാസ്സിൽ. ഇത് ഷഅബു യൗമൻ അറാദൽ ഹയാതു ഫലാ ബുദ്ദ അൻ യസ്തജീബൽ ഖദ്റു എന്നുള്ളത് പറഞ്ഞത് ആരാണ്? യെസ്, അബുൽ ഖാസിം ഷാബി ആണ്. അബുൽ ഖാസിം ഷാബി നമ്മളത് ഹൈലൈറ്റ് ചെയ്ത് തന്നെ പറഞ്ഞതാണ്. ഇത് UP എക്സാം 2020 402/2020 18/11/2021 നടന്ന പാർട്ട് ടൈം UP എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചർച്ച ചെയ്തതാണ് ഓൾറെഡി. അബുൽ ഖാസിം ഷാബി ആണ് ശരിയായ ഉത്തരം. എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അപ്പൊ ആദ്യം പറഞ്ഞ ആള് സബിത അല്ലെ? സബിത തന്നെയാണോ പറഞ്ഞത്? അത് ബദർ ഷാക്കിർ സിയാബിന്റെ ഉത്തരമാണോ പറഞ്ഞത്? യെസ്. പിന്നെ നൗഷിദ, ഇവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. അടുത്തത് യുഅറഫു ഡാഷ് ബിശാഇർ ഹുരിയ. യെസ്, ഷാഇർ ഹുരിയ. സ്ക്രീൻ കാണാത്ത ആർക്കാണ്? ഒരാൾ സ്ക്രീൻ കാണില്ല എന്ന് എൻ്റെ ഇടയിൽ കമന്റ് ചെയ്തു. എല്ലാവരും കാണാമല്ലോ? യെസ്, ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. മഅറൂഫ് റസാഫി കേട്ടോ. മഅറൂഫ് റസാഫി നമ്മൾ ചർച്ച ചെയ്തതാണ്, ഓൾറെഡി ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് മഅറൂഫ് റസാഫി. അപ്പൊ അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബിശാഇർ ഹുരിൽ ഫലസ്തീനി എന്ന് പറയുന്ന ഒരു വിശേഷണത്തെ അറിയപ്പെടുന്ന ഒരാളുണ്ട് ഇതിൽ തന്നെ. സ്ക്രീൻ കാണാമല്ലോ? കാണുന്നില്ല, രണ്ടുപേര് കമന്റ് ചെയ്തു. യെസ്, ദർവീഷ് ആണ് കേട്ടോ. അത് മാറിപ്പോരുത്. നമ്മൾ അടുത്ത പാർട്ടിയെ ചർച്ച ചെയ്യും. നമ്മളന്ന് ഇനി ചർച്ച ചെയ്യാനുള്ള പാർട്ട് അതാ ഉള്ളത്. അപ്പോൾ ഷാൽ ഹുരിയ എന്ന് പറയുന്നത് മഅറൂഫ് റസാഫിയും, അതുപോലെ ഷാൽ ഹുരിൽ ഫലസ്തീനി എന്ന് പറയുന്നത് മഹ്മൂദ് ദർവീഷാണ്. അടുത്തത് തർജമ അൽ ബുഅസ അലാ യദി. ആരുടെ കരങ്ങളാലാണ് ബുഅസ? നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ചർച്ച ചെയ്തിരുന്നു. വിക്ടർ ഹ്യൂഗോയുടെ അൽ ബുഅസ എന്നുള്ള കൃതി തർജമ ചെയ്തത് യെസ് ഹാഫിദ് ഇബ്രാഹിം ആണ് കേട്ടോ. ഹാഫിദ് ഇബ്രാഹിം. ഇത് 2019 വന്ന നോട്ടിഫിക്കേഷൻ, അതായത് 2019 520/2019 LP ഫുൾ ടൈം എക്സാമിന് വന്ന ചോദ്യമാണ്. 17 ഇതിൽ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഹാഫിദ് ഇബ്രാഹിം. എല്ലാവരും ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്തത് സലീന VP ആണ് കേട്ടോ. സലീന. അടുത്തത് ഹാദിസത്തു ദൻഷവായ് ഖസീദ അല്ലഫഹ. ആരാണ് ഈ ഹാദിസത്തു ദൻഷവായ് എന്ന് പറയുന്ന ഈ ഒരു ഖസീദ എഴുതിയത്? യെസ് മാഷാ അല്ലാഹ്, ഹാഫിദ് ഇബ്രാഹിം ആണ് കേട്ടോ. ഹാഫിദ് ഇബ്രാഹിം. ഒരുപാട് കമന്റ്. ഹാഫിദ് ഇബ്രാഹിമിന്റെ ആണ് ഹാദിസത്തു ദൻഷവായ്. ഇത് നടന്നൊരു സംഭവത്തെ ബേസ് ചെയ്ത്
രചിച്ചതാണ് കേട്ടോ. അടുത്ത് മിൻ ഖസായിദി നാസിക്കിൽ മലായിക. ഖസായിദ നാസിക്കിൽ മലായിക. യെസ്, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, അൽ കോളറ. ഇത് LP എക്സാം 511/2020, അത് 2022 നടന്ന എക്സാമില് 26/8/2022 നടന്ന ഫുൾ ടൈം LP എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്, അൽ കോളറ. അടുത്തത് നമ്മൾ പറയാൻ ബാക്കി വെച്ച ആളാണ് ബദർ ഷാക്കിർ സിയാബ്. അപ്പൊ ക്ലാസ് ഇടാം. ഇവിടുത്തെ ബദർ ഷാക്കിർ സിയാബ് സന 1926 മീലാദിയിലാണ് ബദർ ഷാക്കിർ സിയാബ് ജനിക്കുന്നത്. ഫി ഖറിയത്തി ജീക്കൂർ എന്ന് പറയുന്ന ബസ്രയുടെ പ്രവിശ്യപ്പെട്ട ഒരു സ്ഥലമാണ്. ജീക്കൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് 1926 ബദർ ഷാക്കിർ സിയാബ് ജനിക്കുന്നത്. യുഅ്തബറു അഹദു മുഅസ്സിസി ശഅർ അൽ-ഹുർ ഫിൽ അദബ് അൽ-അറബി. അഹദു മുഅസ്സിസി ശഅർ അൽ-ഹുർ അഥവാ ഫ്രീ വേഴ്സിന്റെ സ്ഥാപകരിൽ ഒരാളായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ പറയാൻ കാര്യം പ്രഥമ പരിഗണനയിലുള്ളത് നാസിക്കുൽ മലായിക ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവരും ബദർ ഷാക്കിർ സിയാബും ശഅർ അൽ-ഹുറിന്റെ ആളാണ്. عمل في سبيل تحرير العراق من النفوذ الإنجليزية وفي سبيل القضية الفلسطينية. അതുപോലെ ഇറാഖിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച വ്യക്തിയാണ്. ഇപ്പൊ ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടിയ വ്യക്തിയാണ്. അതുപോലെ ഫിലസ്തീൻ ഇഷ്യൂവിൽ ഒരുപാട് ഇടപെട്ട ഒരു വ്യക്തിയാണ് ബദർ ഷാക്കിർ സിയാബ്. ഉയ്യന മുദരിസൻ ഫിൽ ലുഗത്തിൽ ഇൻജലീസിയ ഫിർ റമാദി. റമാദി എന്ന് പറയുന്ന സ്ഥലത്ത് ഇംഗ്ലീഷ് അധ്യാപകനായി നിയമിതനായിട്ടുണ്ട്. പിന്നെ ഫിസന 1952 യുത്തറ ഇലാ മുഗാദറത്തി ബിലാദിഹി വതവജ്ജഹ ഇലാ ഇറാൻ ഫഇലൽ കുവൈറ്റ്. അപ്പോൾ 1952 ഇദ്ദേഹം തന്റെ സ്വദേശം വിടാനായിട്ട് നിർബന്ധിതനാവുകയാണ്. അങ്ങനെ ഇദ്ദേഹം എങ്ങോട്ടാ പോയത്? ഇറാനിലേക്ക് പോയി, പിന്നീട് കുവൈറ്റിലേക്ക് പോയി. പിന്നീട് حول الشعر من نظام العروض الخليلي إلى نظام الحرية. അപ്പോൾ ചേഞ്ച് ചെയ്തു ഇദ്ദേഹം. നമ്മുടെ നിളാമിൽ അറൂം അൽ ഖലീലി ഉദ്ദേശിക്കുന്നത് പരമ്പരാഗതമായ നമ്മുടെ ബഹർ വസ്നജ് അനുസരിച്ചുള്ള ആ ഒരു കവിതയാണ്. നമ്മൾ പറയുമല്ലോ, ഓരോ കവിതയ്ക്കും ഓരോ ബഹർ ഉണ്ടാകും. അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് നളുമുൽ ഹുരിയ എന്നൊരു രീതിയിലേക്ക് മാറ്റി. അഥവാ ഫ്രീ വേഴ്സ്, എങ്ങനെയും ഒരാൾ കവിത രചിക്കാം, അതിന്റെ അന്ത്യാക്ഷര പ്രാസം നോക്കേണ്ടത്, അങ്ങനെ ഒരു അർത്ഥത്തിലോട്ട്, അതിന്റെ വസ്ന് കാഫിയ അത് നോക്കേണ്ടാത്ത അവസ്ഥയിലോട്ട് കവിതയെ കൊണ്ടുപോയത് ബദർ ഷാക്കിർ സിയാബാണ്. അതിനാണ് ഷഅർ അൽ-ഹുർ എന്ന് തന്നെ പറയുന്നത്. സ്വാറ സഫീർ ഇറാഖ് ലദിൽ പാകിസ്ഥാൻ. പാകിസ്ഥാന് വേണ്ടിയുള്ള സഫീറായിട്ട്, അംബാസിഡർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ മുമ്പൊരാൾ ഇന്ത്യക്ക് വേണ്ടി സഫീറായി വന്നല്ലോ, ഒരു സിറിയക്കാരൻ. ആരത്? യെസ്, ഉമർ അബൂരിഷ. അടുത്ത് വെരി ഗുഡ് ഉമർ അബൂരിഷയാണ്. ഖദ് വാഫത്ഹുൽ മനിയ ഫിൽ കുവൈറ്റ്. അപ്പോൾ കുവൈറ്റിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു ബസ്രയിലാണ് ജനിച്ചതെങ്കിലും പിന്നീട് ഇദ്ദേഹം ഇറാനിലേക്ക് പോകേണ്ടി വന്നു. അതിനുശേഷം കുവൈറ്റിലേക്ക് പോയി, അവിടെ തന്നെയാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞത്, ജനിച്ച സ്ഥലത്തായിരിക്കില്ല മരിക്കുന്നത്, ഇദ്ദേഹം പാരായണം ചെയ്യുന്ന സ്ഥലത്തുമായിരിക്കും ചിലപ്പോൾ മരിക്കുന്നത്. അവിടുന്ന് പിന്നീടും എവിടേക്ക് പോയിട്ടുണ്ട്? കുവൈറ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് അന്ന് ടൈപ്പ് ചെയ്ത് ചെറിയൊരു പ്രശ്നം വന്നിട്ടുള്ള ഭാഗമായിരുന്നു. കാരണം 1926 ജനിച്ച ആള് 1924 മരിച്ചു എന്നാണ് അന്ന് കൊടുത്തിരുന്നത്. അപ്പൊ അതിന്റെ കാര്യം ഇതാണ്, മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറക്കിയപ്പോൾ പറ്റിയൊരു പ്രശ്നമാണ്. പിന്നെ അതുപോലെ 24 ആവാൻ കാര്യം ഇദ്ദേഹം മരിച്ച ഡേറ്റ് 24 അപ്പൊ അതുമായിട്ട് കൺഫ്യൂഷൻ ആയിട്ടാണ് മാറിപ്പോയതാണ്. അപ്പൊ 1964 ഇദ്ദേഹം മരണപ്പെടുന്നത് കുവൈറ്റിൽ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ വെച്ച് മരണപ്പെട്ടു, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു? ബസ്രയിലേക്ക് തന്നെ അദ്ദേഹത്തിന്റെ
ശരീരം കൊണ്ടുപോയി. ഇതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ചുപേരെ അങ്ങനെ പറഞ്ഞിരുന്നു. മരണപ്പെട്ടതിന് ശേഷം അവരുടെ ശരീരത്തെ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ എവിടെ തന്നെയാണ് അടക്കം ചെയ്തത്? ബസ്രയിലാണ്. മരിച്ചത് കുവൈറ്റിലാണെങ്കിലും ബസ്രയിൽ ജനിച്ചു, ബസ്രയിൽ തന്നെ അടക്കി, മരണപ്പെട്ടത് കുവൈറ്റിലാണ്. അപ്പൊ ഇത് ക്ലിയർ ആണോ? ഈ പേജ് ക്ലിയർ അല്ലേ? ദർവീഷ് യെസ്, ദർവീഷിന്റെ കാര്യം പറഞ്ഞു. ക്ലിയർ അല്ലേ? അടുത്ത മുഅല്ലഫാത്തുൽ മഷ്ഹൂറ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളാണ്. അപ്പൊ ഇത് ഓർത്തു വെക്കാൻ ഒരു എളുപ്പമാർഗം ഉണ്ടെന്ന് വെച്ചാൽ അസ്ഹാറുൻ ദാബില എന്നുള്ളൊരു ഗ്രന്ഥം ആദ്യം പഠിക്കുക. അതുമായിട്ട് കണക്ട് ചെയ്താണ് അസ്ഹാറുൻ വ അസാത്തിർ എന്നൊരു ഗ്രന്ഥമുണ്ട്. അതോടൊപ്പം അസാത്തീർ എന്ന ഗ്രന്ഥമുണ്ട്. അപ്പൊ ഇതേ വസ്ന നോക്കിയേ, അസാത്തീർ, ആസ്വീർ, ബവാക്കീർ, ഷനാശീൽ. അപ്പൊ ഇത്രയും നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പറയാൻ പറ്റുന്നത് കൊണ്ട് ഇത്രയും ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അസ്ഹാറുൻ ദാബില, അസ്ഹാറും അസാത്തീറുൻ, പിന്നീട് അസാത്തീർ വെച്ച് തുടങ്ങുക. ആദ്യം അസ്ഹാർ വെച്ച് തുടങ്ങി, പിന്നീട് അസ്ഹാർ വെച്ച് തുടങ്ങി, പിന്നെ അസാത്തീർ തുടങ്ങി, അസാത്തീർ, ആസിർ, ബവാക്കിർ, ഷനാശീൽ. അപ്പൊ ഇങ്ങനെ നമ്മൾ പറഞ്ഞു തന്നെ പഠിച്ചാൽ നമ്മുടെ മനസ്സിൽ വരും. ഒരു തവണ കാണുമ്പോൾ തന്നെ നമുക്കിത് എഴുതേണ്ട ആവശ്യം വരില്ലല്ലോ. PSCയിൽ ഓപ്ഷനിൽ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും. അപ്പൊ ഒരുപാട് പറഞ്ഞു നോക്കുക. അസ്ഹാറുൻ ദാബില, അസ്ഹാറും അസാത്തീർ, അസാത്തീർ, ആസിർ, ബവാക്കിർ, ഷനാശീൽ. പിന്നെ അതുപോലെ ഉൻഷൂദത്തുൽ മത്തർ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനയാണ് കേട്ടോ, ഉൻഷൂദത്തുൽ മത്തർ. പിന്നെ അൽ അസ്ലിഹത്തു വൽ അത്ഫാൽ എന്നുള്ള ഗ്രന്ഥം. ഇതെല്ലാം നോട്ട് വരെയല്ലേ, അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഇനി പറയണ്ടല്ലോ. ഇത് ക്ലിയർ അല്ലേ? യെസ്. അടുത്ത അദോനിസ് ആണ് അടുത്ത കവി. ഹുവ അലി അഹമ്മദ് സഈദ് ഇസ്ബർ. നന്നായിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. ഹുവ അലി അഹമ്മദ് സഈദ് ഇസ്ബർ എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് അൽ മഅറൂഫ്, അദ്ദേഹം അറിയപ്പെടുന്നത് ബി അദോനിസ് എന്നാണ്. ഉസ്തൂറുൻ ഫൈനീഖിയ എന്ന് വെച്ചാൽ ഒരു ഗ്രീക്ക് ഒരു ഇതിഹാസ കഥാപാത്രമാണ് കേട്ടോ അഡോനിസ് എന്ന് പറയുന്നത്. ആ പേരാണ് ഇട്ടിരിക്കുന്നത്. അപ്പോ അലി അഹമ്മദ് സഈദ് ഇസ്ബർ എന്നുള്ളതാണ് അദോനിസിന്റെ പേര്. ഒരുപാട് എക്സാം ഞാൻ നോക്കിയപ്പോ LP എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, UP എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ പാർട്ട് ടൈം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിനും ചോദിക്കുന്ന ഒരു പേരാണിത്, അഡോനിസ്. ഷാഇറുൻ സൂരിയുൻ, സിറിയക്കാരനായ കുമാരനാശാന്റെ അവാർഡ് അത് വരുന്നുണ്ട്. ഷാഇറുൻ സൂരിയുൻ, സിറിയൻ കവിയാണ്. വലുദ ഫി ഖറിയത്തി ഖസാബീൻ അതാബിഅ ലിമദീനത്തി ജബലയുടെ പ്രവിശ്യപ്പെട്ട ഖസാബീൻ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. ഈ പറയപ്പെട്ട സ്ഥലം എവിടെയാണ്? സിറിയയിലാണ്. ഫി സൂര്യ ആം 1930-1930 അഡോനിസ് ജനിക്കുന്നത്. حفظ القرآن على يد أبيه وحفظ عدد كبير من قصائد القدامي. حفظ ഖുർആൻ മനപ്പാടമാക്കി അലാ യദി അബീഹി, അദ്ദേഹത്തിന്റെ പിതാവിന്റെ കരങ്ങളാൽ. അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നാണ് ഇദ്ദേഹം ഖുർആൻ മനപ്പാടാക്കുന്നത്. വഹഫ്ള അദദൻ കബീറ മിൻ ഖസായിദിൽ ഖുദ്ദാമി, ഒരുപാട് പഴയ കവികളുടെ കവിതകളൊക്കെ ഒരുപാട് വലിയൊരു അളവിൽ തന്നെ അദ്ദേഹം മനപ്പാടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് സാഹിത്യകാരന്മാരെ എടുത്താൽ തന്നെ അറിയാൻ പറ്റും, എല്ലാവരും ചെറുപ്പത്തിലെ വിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കിയവരാണ്. അപ്പൊ അത് അവരുടെ പൊട്ടൻഷ്യല് വർദ്ധിപ്പിക്കുകയേ ചെയ്യുള്ളൂ. അപ്പൊ അതാണ് ഒരുപാട് പേര് ഹാഫ്ലിങ്ങളാണ്. ഹസ്സല അല ജായിസത്ത് കുമാരനാശാൻ ആദാബ് മിൻ വിലായത്തി കേരള, കേരളത്തിലെ സാഹിത്യത്തിൽ നൽകുന്ന ഒരു പുരസ്കാരമാണ് കുമാരനാശാൻ അവാർഡ്. അത് കിട്ടിയത് ഇദ്ദേഹത്തിനാണ്, അഡോനിസിനാണ് കിട്ടിയത്. ഫിസാന 2015 2015 മീലാദിയിലാണ് ഇദ്ദേഹത്തിന് കുമാരനാശാൻ അവാർഡ് കിട്ടുന്നത്. അപ്പൊ 2015
കുമാരനാശൻ അവാർഡ്. ഇതും ഒരുപാട് എക്സാമുകളിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ജായിസത്ത് കുമാരനാശാൻ. അപ്പൊ അവിടെ ഓപ്ഷനിൽ മിക്കവാറും അഡോണിസ് ഒന്നും ഉണ്ടാവില്ല. അവിടെ ഉണ്ടാവുന്നത് അലി അഹമ്മദ് സയ്യിദ് ഇസ്ബർ എന്നായിരിക്കും. അലി അഹമ്മദ് സയ്യിദ് ഇസ്ബർ എന്നായിരിക്കും അവിടെ ഓപ്ഷൻ ഉണ്ടാവുന്നത്. അപ്പൊ കൺഫ്യൂഷൻ ആവരുത്, അഡോണിസിന്റെ മുഴുവൻ പേരാണ് അലി അഹമ്മദ് സയ്യിദ് ഇസ്ബർ എന്നുള്ളത്. ക്ലിയർ അല്ലേ? അസ്സസ മജല്ലത്ത് മവാഖിഫ് ഫി 1968 1968 മവാഖിഫ് എന്നുള്ള മജല്ല സ്ഥാപിക്കുന്നത്, മാഗസിൻ ഇദ്ദേഹം സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ 1986 അല ജായിസത്തുൽ കുബ്ര ബി ബ്രൂക്സിൽ എന്ന് പറയുന്ന ഒരു വലിയൊരു അവാർഡ് ഉണ്ട്, അത് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് 1986 ബ്രൂക്സിൽ അവാർഡ്, കുമാരനാശൻ അവാർഡ്. പിന്നെ അതുപോലെ തർജമത്ത് അഅമാലഹു ഇലാ 13 ലൂഗ. അപ്പൊ ഇദ്ദേഹത്തിന്റെ വർക്കുകൾ 13 ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. 13ഓളം ഭാഷയിലേക്ക് ഇദ്ദേഹത്തിന്റെ വർക്കുകളെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തസവ്വജ മിനൽ അദീബ ഖാലിദ സഖീദ് എന്ന് പറയുന്ന ഒരു സാഹിത്യകാരിയാണ് ഇദ്ദേഹം വിവാഹം ചെയ്തത്. ഈ പേജ് ക്ലിയർ അല്ലേ? അഡോണിസിന്റെ യഥാർത്ഥ പേര് അലി അഹമ്മദ് സയ്യിദ് ഇസ്ബർ എന്നാണ്. അതുപോലെ ഇദ്ദേഹം അറിയപ്പെടുന്ന അഡോണിസ് എന്നാണ്. സിറിയയിലാണ് ജനിച്ചത് 1930. പിന്നെ ഇദ്ദേഹത്തിന് കുമാരനാശൻ അവാർഡ് 2015 ലഭിച്ചിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നെ അതേപോലെ ഇദ്ദേഹത്തിന്റെ മാസിക മവാഖിഫ്. മജല്ല ഷഅരിയാണ് അല്ലേ? ഹസ്സല അല ജായിസത്ത് ദൗല അൽ-ലുബ്നാനിയ ഫി ആം 1974 1974 ഇദ്ദേഹത്തിന് ജായിസത്ത് ദുവലിയ അൽ-ലബനാനിയ ദൗലത്ത് ലബനാനിയ ലബനാൻ ഏർപ്പെടുത്തുന്ന ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരാൾക്ക് കിട്ടിയിട്ടുള്ളൂ. അതിനുശേഷം യുദ്ധത്തിന്റെയൊക്കെ സാഹചര്യം കാരണമായിട്ട് പിന്നീട് ആ ഒരു അവാർഡ് നിർത്തലാക്കിയാണ് ചെയ്തത്. പിന്നീട് ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. ഒരു തവണയാണ് കൊടുത്തത്. അത് കിട്ടിയത് ആർക്കാണ്? അഡോണിസിനാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് പ്രധാനമായിട്ട് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചത്. ഒരു തവണ അത് കിട്ടിയിട്ടുള്ളൂ. ജായിസത്ത് ദൗലത്തുൽ ലബനാനിയെ കിട്ടിയത് 1974 അഡോണിസിനാണ്. അടുത്തത് മുഅല്ലഫാത്തുഹു ഷഹീറ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളാണ് ഖസായിദു ഔല, അബ്ജദിയ സാനിയ, അതുപോലെ ഔറാഖുൻ ഫിദീഹ്, അതുപോലെയാണ് അഗാനി മിഹ്യാർ ദിമഷ്ഖി. അപ്പൊ ഔറാഖുൻ ഫിദീഹും അഗാനി മിഹ്യാർ ദിമഷ്ഖിയും ഇദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളാണ്. അഗാനി മിഹ്യാർ ദിമഷ്ഖി, പിന്നെ ഔറാഖുൻ ഫിദീഹ്. അതുപോലെയാണ് ഹാദ ഹുവ ഇസ്മി എന്നുള്ളതും ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഫുൾ ടൈം LP 54/2023 2/6/2023 നടന്ന എക്സാം ആണ്. അതിൽ വന്നതാണ് അൽ ഹായിസു അല ജായിസത്തി കുമാരനാശൻ അൽ ആലമിയ ലിശ്ശാഇർ എന്നാണ് ഇവിടെ. ലിശ്ശാഇർ ആർക്കാണ് കിട്ടിയത്? അലി അഹമ്മദ് സയ്യിദ് ഇസ്ബർ. ഇതാണ് നമ്മൾ പറഞ്ഞത്. അലി അഹമ്മദ് സയ്യിദ് ഇസ്ബറിനെ കൊടുത്തിട്ടുള്ളൂ, അഡോണിസ് എന്ന് കൊടുത്തിട്ടില്ല. അപ്പൊ ആരും കൺഫ്യൂസ് ആവരുത്. ഇത് അഡോണിസിനെ പറ്റിയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അടുത്തത് അഡോണിസ് എല്ലാം ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്തത് മഹ്മൂദ് ദർവീഷ് ആണ് അടുത്ത കവി. വിലുദ മഹ്മൂദ് ദർവീഷ് ജനിക്കുന്നത് 1941 ദർവീഷ് ജനിക്കുന്നത്. ഫി ഖറിയ അൽ ബർവ ഫിൽ ജലീൽ ബി ഫലസ്തീൻ. ഫിലസ്തീനിലെ ബർവ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്
1941 മഹ്മൂദ് ദർവീഷ് ജനിക്കുന്നത്. അയ്യാമ അൽ ഇന്തിദാബിൽ ഇൻജനീസി, ഇംഗ്ലീഷ് അധിനിവേശ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. അഹദു അഹം ശുഅറാഇൽ ഫിലസ്തീനിയീൻ വൽ അറബ് വൽ ആലമീൻ, ഫലസ്തീനി കവികൾ പ്രസിദ്ധനാണ്, അതുപോലെ അറബി കവികൾ, അതുപോലെ ലോക കവികളിലും പ്രസിദ്ധനായ പ്രധാനപ്പെട്ട ഒരു കവിയാണ് മഹ്മൂദ് ദർവീഷ്. അപ്പൊ കുറച്ചു മുമ്പ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു, ഷാഇറുൽ ഹുരുൽ ഫലസ്തീനി എന്നറിയപ്പെടുന്ന ആരാണ്? മഹ്മൂദ് ദർവീഷാണ്. മഹ്മൂദ് ദർവീഷാണ് ഷാഇറുൽ ഹുരുൽ ഫലസ്തീനി എന്നറിയപ്പെടുന്നത്. അവിടെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഷാഇറുൽ ഹുരിയ ആരെന്നായിരുന്നു. ഷാഇറുൽ ഹുരിയ മഅറൂഫ് റസാഫിയാണ്. ഷാഇറുൽ ഹുരുൽ ഫലസ്തീനി മഹ്മൂദ് ദർവീഷാണ്. ഫി ഷിഅരി ദർവീഷ്, നമ്മൾ ദർവീഷിന്റെ കവിതയൊക്കെ എടുത്ത് നോക്കുമ്പോൾ യംതസിജുൽ ഹുബ്ബ് ബിൽ വത്തൻ ബിൽ ഹബീബത്തുൽ ഉൻസ, അപ്പോ തൻ്റെ നാട്, ആ നാടിനെ ഒരു സ്നേഹിതയോട് ഉപമിച്ചുകൊണ്ട്, ഒരു സ്ത്രീയോട് ഉപമിച്ചുകൊണ്ടാണ് നാടിനെ പറ്റി ഇദ്ദേഹം കവിത എഴുതുന്നത്. അപ്പോൾ ആ ഒരു കവിതയിൽ തൻ്റെ നാടിനോടുള്ളൊരു സ്നേഹവും ഇഷ്ടവും എല്ലാം അതിലിങ്ങനെ നിഴലിച്ച് കാണാൻ പറ്റും. കാരണം ഇദ്ദേഹത്തിന്റെ ഈ ലഖബിൽ നിന്ന് തന്നെ നമുക്ക് തെളിയുന്നതാണ് ഇദ്ദേഹത്തിന് തൻ്റെ നാടിനോടുള്ള ആ ഒരു സ്നേഹവും അതിനെ സ്വതന്ത്രമാക്കാനുള്ള ആഗ്രഹം. ബദഅ കിതാബത്ത് അശ്ശിഅർ ഫി സാബിഅത്തി മിൻ ഉംരിഹി, ഇദ്ദേഹത്തിന്റെ 7ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? കവിത ആദ്യമായിട്ട് എഴുതുന്നത്. അപ്പോൾ 7ാമത്തെ വയസ്സ് മുതൽ ഇദ്ദേഹം കവിത എഴുതി തുടങ്ങി. ഇഹ്തലൽ ജയ്ഷ് അൽ ഇസ്രായേലി ഖറിയത്ത് അൽ ബർവ ഫഹാജറത് ഉസ്റതുഹു ഇല ലബനാൻ 1948. അപ്പോൾ 1948 ഇദ്ദേഹം ലബനോണിലോട്ട് ഇദ്ദേഹത്തിന്റെ കുടുംബവും പാലായനം ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം അവിടെ ഇസ്രായേലി അധിനിവേശം അവിടെ നടന്നു എന്നുള്ളതാണ്. ബർവ എന്നുള്ള ആ ഒരു ഗ്രാമം, ഇദ്ദേഹം ജനിച്ച ഗ്രാമം ഇസ്രായേൽ അധിനിവേശത്തിന് കീഴായപ്പോൾ ഇവരെ ഇങ്ങോട്ടാണ് നാടുകടത്തപ്പെട്ടത്, ലബനാനിലേക്ക് 1948 അങ്ങോട്ട് നാടുകടത്തപ്പെടുകയാണ്. ഷഗല മൻസബി റഈസ് തഹ്രീർ മജല്ല ഷുഊൻ ഫിലസ്തീനിയ, ഷുഊൻ ഫലസ്തീനിയ എന്നുള്ള മാസികയുടെ എഡിറ്റർ എന്നുള്ള പദവി ഇദ്ദേഹം വഹിക്കുന്നുണ്ട്. കമാ തർഅസ റാബിത്തത്തുൽ കുത്താബ് വസ്സഹ്ഫീൻ അൽ ഫിലസ്തീനി, റാബിത്തത്തുൽ, ഇവിടെ റാബിത്വാമുണ്ട് കേട്ടോ, ആ തോ ടൈപ്പിങ്ങിൽ മിസ്സായതാണ്. അപ്പോൾ കമാ തർഅസ റാബിത്തത്തുൽ കുത്താബ് സഹ്ഫീൻ അൽ ഫിലസ്തീൻ, റാബിത്തത്തുൽ കുത്താബ് സഹ്ഫീൻ അൽ ഫലസ്തീനിയിലെ ഡയറക്ടർ ആയിട്ടുണ്ട്. തർഅസ അതിന് നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അസ്സസ മജല്ല അൽ കർമൽ അസ്സഖാഫിയ ഫി ബൈറൂത്ത്, ബൈറൂത്തിൽ ഇദ്ദേഹം വേറൊരു മാസിക സ്ഥാപിച്ചു, മജല്ല അൽ കർമൽ. ഇതാണ് ഇദ്ദേഹം സ്ഥാപിച്ച മാസികയുടെ പേര്, മജല്ല അൽ കർമൽ സഖാഫിയ ഫി ബൈറൂത്തിൽ 1981 ബൈറൂത്തില് മജല്ല അൽ കർമൽ സ്ഥാപിക്കുന്നത്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിന്റെ പോയിന്റ് 1941 ബർവയിൽ ജനിച്ചു, ഫിലസ്തീനില്. പിന്നെ ഇദ്ദേഹത്തെയാണ് ഷാൽ ഹുറുൽ ഫലസ്തീനി എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ കവിതയിൽ നമുക്ക് ഉടനീളം തൻ്റെ നാടിനോടുള്ള ആ ഒരു സ്നേഹവും ഇഷ്ടവും കാണാൻ സാധിക്കും. പിന്നെ ഷുഊൻ ഫിലസ്തീനിയ എന്നുള്ള മാസികയുടെ എഡിറ്റർ ആയിട്ടുണ്ട്. ഇദ്ദേഹം ഒരു മാസിക സ്ഥാപിച്ചു, ആ മാസികയുടെ പേരാണ് മജല്ലത്തു അൽ കർമൽ അസ്സഖാഫിയ. അത് സ്ഥാപിച്ചത് ബൈറൂത്തിലാണ് 1981. ക്ലിയർ അല്ലേ? അടുത്തത് ഇഅ്തഖല അക്സറു മിൻ മറത്തിൻ മിൻ ഖിബലിൽ സൽത്താത്തിൽ ഇസ്രായേൽ, ഇസ്രായേലി ഭരണകൂടം ഒരുപാട് തവണ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് തവണ ഇദ്ദേഹത്തിന്റെ ആ ഫിലസ്തീൻ വിമോചനത്തിനായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ശ്രമത്തിന്റെ കാരണമായിട്ട് ഇദ്ദേഹത്തെ ഒരുപാട് തവണ ഇസ്രായേൽ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. കാന മുസ്തശാറൻ റഈസ് റാഹിൽ യാസർ അറഫത്ത്, മരണപ്പെട്ട യാസർ അറഫത്തിന്റെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു ഇദ്ദേഹം.
യാസർ അറഫാത്ത്. ഇദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ജായിസത്തു ലോട്ടസ് 1969 1969 ഇദ്ദേഹത്തിന് ജായിസത്തു ലോട്ടസ്, ജായിസത്തു അൽ ബഹ്റിൽ മുത്തവസ്സിത്ത്, ജായിസത്തുൽ ബഹ്റിൽ മുത്തവസ്സിത്ത്. അടുത്ത ലൗഹത്തു ഔറുബ ലിഷ്യാർ, ഇത് കവിതയ്ക്ക് യൂറോപ്പ് ഏർപ്പെടുത്തുന്ന ഒരു പുരസ്കാരമാണ്, ലൗഹത്തു ഔറുബ ലിഷ്യാർ. അടുത്ത ജായിസത്തു ഇബ്നു സീന ഫിൽ ഇത്തിഹാദ് സോവിയറ്റ് യൂണിയൻ സംഘടിപ്പിക്കുന്ന ഇബ്നു സീന അവാർഡ്. ജായിസത്തു ലെനിൻ ഫിൽ ഇത്തിഹാദ് സോവിയറ്റ് യൂണിയൻ തന്നെ നടപ്പിലാക്കുന്ന ലെനിൻ എന്നുള്ളൊരു അവാർഡും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ജായിസത്തുൽ ലോട്ടസ്, ജായിസത്തുൽ ബഹ്റിൽ മുത്തവസ്സിത്ത്, ലൗഹത്തു ഔറുബ ലിഷ്യാർ, ജായിസത്തു ഇബ്നു സീന, ജായിസത്തു ലെനിൻ. അതുപോലെ തൂഫി ബിൽ വിലായത്തുൽ മുത്തഹിദ ഇസ്ര ഖുദൂഇഹി ലിഅമലിയത്തുൽ ഖൽബിൽ മഫ്തൂഹ് വദുഫിന ബിമദീനത്തി റാമില്ല. അപ്പോൾ ഇദ്ദേഹം റാമില്ലയിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. ഇദ്ദേഹം ഒരു ഹൃദയ ശസ്ത്രക്രിയക്ക് ഓപ്പൺ സർജറി നടക്കുന്ന സമയത്താണ് ഇദ്ദേഹം, അതിനിടയിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. മുഅല്ലഫാത്തുഹുൽ മഷ്ഹൂറ, ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഔറാഖുസ് സൈത്തൂൻ എന്നുള്ള ഗ്രന്ഥം. ഇദ്ദേഹത്തിന്റെ കവിതയാണ്, ഷിഅർ ഇദ്ദേഹത്തിന്റെ കവിതയാണ്. അസാഫിർ ബില അജ്നിഹ. അപ്പൊ അജ്നിഹത്തിൽ മുത്തക്കസ്സിർ ആരുടെയാണ്? ജിബ്രാന്റെയാണ്. അപ്പൊ അജ്നിഹത്തുൻ നീറാൻ ചോദിച്ചിട്ടുണ്ട്. അജ്നിഹത്തുൻ നീറാൻ APGയുടെ അഥവാ അഗ്നിച്ചിറകുകൾ എന്ന് നമ്മുടെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഗ്രന്ഥം. അതാണ് അജ്നിഹത്തുൻ നീറാൻ. ഇവിടെ അസാഫീർ ബില അജ്നിഹ, ചിറകില്ലാത്ത കുരുവികൾ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ അതും ഷിഅറാണ്. അടുത്ത ആഷിഖ് ഫി ഫലസ്തീൻ എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ കവിതയാണ്. ദാക്കിറത്തുൻ നിസ്യാൻ, ഇത് ഇദ്ദേഹത്തിന്റെ ഗദ്യത്തിൽ ഉള്ള ഗ്രന്ഥമാണ്. ദാക്കിറത്തുൻ നിസ്യാൻ. അടുത്തത് ഹബീബത്തി തൻഹലു മിൻ നൗമിഹ, ഇദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ്. ഇത് PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്, അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് ഹയാത്ത് എന്നുള്ള ഗ്രന്ഥം, നസ്റിലെ ഫി വസ്തി ഹാലത്തിന എന്നുള്ള ഗ്രന്ഥം. ബിദാഅൻ അയ്യുഹൽ സലാം എന്നുള്ള ഇദ്ദേഹത്തിന്റെ മക്കാലാത്ത്, ഒരുപാട് എസ്സേസ് അടങ്ങുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അപ്പൊ വിദാഅൻ അയ്യുഹൽ ഹർബ്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ടത് ഔറാഖുസ് സൈത്തൂൻ, ആഷിഖ് ഫി ഫലസ്തീൻ, ഹബീബത്തി തൻഹലു മിൻ നൗമിഹ, ഇതെല്ലാം പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. ഇത് ക്ലിയർ അല്ലേ മഹ്മൂദ് ദർവീഷ്? ഇത് 188/2021 UP എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഹബീബത്തി തൻഹലു മിൻ നൗമിഹ നമ്മൾ കുറച്ചും പറഞ്ഞേ ഉള്ളൂ. ദീവാൻ ഷിയാർ ഇദ്ദേഹത്തിന്റെ മഹാകാവ്യത്തിൽപ്പെട്ടതാണ്. ഒരുപാട് പേര് കറക്റ്റ് തന്നെയാണ് അയച്ചത്. മഹ്മൂദ് ദർവീഷിന്റെ ദീവാനാണ് ഹബീബത്തി തൻഹലു മിൻ നൗമിഹ. അപ്പൊ UP എക്സാമിൽ 2022 നടത്തിയ UP എക്സാമിൽ ഫുൾ ടൈം UP എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്തയാളാണ് ഫദ്വി തൂഖാൻ. ولدت ഫദ്വി തൂഖാൻ ഫി നാബിൾസ് 1917. അപ്പൊ 1917 ഫദ്വി തൂഖാൻ ജനിക്കുന്നത്. അപ്പൊ നാബിൾസിലാണ് ജനിക്കുന്നത്. ഹിയ ഉഖ്തു ഷാഇർ ഇബ്രാഹിം തൂഖാന്റെ സഹോദരിയാണ്. ഇബ്രാഹിം തൂഖാൻ അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്. ഇബ്രാഹിം തൂഖാൻ സാഹിത്യകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരിയാണ് ആര്? ഫദ്വി തൂഖാൻ.
ലുഖിബത് ബി ഷാഇറത്തിൻ ഫിലസ്തീനിയ. ഷാഇറത്തിൻ ഫിലസ്തീനിയ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫദ്വി തൂഖാനാണ്. ഷാഇറത്തിൻ ഫിലസ്തീനിയ എന്നറിയപ്പെടുന്നത് ഫദ്വ തൂഖാൻ. സോറി, ഫദ്വ തൂഖാൻ. ഫദ്വ തൂഖാൻ നാബ്ലിസാണ് ജനിക്കുന്നത്. ഹിയ ഉഖ്തു ഷാഇർ ഇബ്രാഹിം തൂഖാൻ ലുഖിബത് ബി ഷാഇറിൻ ഫിലസ്തീനിയ അസ്മഹ ഇബ്രാഹിം ബി ഉമ്മി തമാം. ഉമ്മി തമാം എന്നാണ് ഇവരുടെ സഹോദരി. ഈ സഹോദരിയെ അദ്ദേഹത്തിന്റെ സഹോദരൻ വിളിച്ചത്, ഇബ്രാഹിം തൂഖാൻ വിളിച്ചത് ഉമ്മു തമാം എന്നാണ്. അസ്മഹ മഹ്മൂദ് ദർവീഷ്. മഹ്മൂദ് ദർവീഷ് വിളിച്ചതാണ് ഉമ്മു ഷിഅരിൽ ഫിലസ്തീനി. ഉമ്മു ഷിഅരിൽ ഫിലസ്തീനി എന്ന് മഹ്മൂദ് ദർവീഷ് വിളിച്ചത് ഫദ്വി തൂഖാനെയാണ്. ഫദ്വി തൂഖാനെയാണ് ഉമ്മു ഷിഅരിൽ ഫിലസ്തീനി എന്ന് വിളിച്ചത്. ബുരിസത് ഷാഇരിയതിഹ അൽ ഫിദ്ദ ബഅദ മൗതി അഖീഹിൽ മുഹിബ്. അപ്പൊ ഇവരുടെ ഈ ഒരു സഹോദരൻ മരണപ്പെട്ടു പോകുന്നുണ്ട്. ഇബ്രാഹിം എന്ന് പറയുന്ന സഹോദരൻ മരണപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോ അതില് നമ്മുടെ സൊഹറിനെ പറ്റി വിലപിച്ചുകൊണ്ട് ഹൻസ ഒരുപാട് കരഞ്ഞു. അതുപോലെ ഫദ്വി തൂഖാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമാണ്, ആ ഒരു ദുഃഖത്തിലാണ് ഇവരുടെ ഒരു കവിത ഒരുപാട് ഇവരുടെ ജീവിതത്തിൽ പ്രകടമാകുന്നത്. ഒരുപാട് കവിതയുടെ ഒരു വാസന ഇവർക്കുണ്ടാവുന്നത്. തൂഫിയത് ഫദ്വി തൂഖാൻ 2300. അപ്പോ 2003 ഫദ്വി തൂഖാൻ മരണപ്പെടുന്നുണ്ട്. ഉംറുഹ 86. അപ്പോ 86-ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ കവയത്രി മരണപ്പെടുന്നത്. അടുത്ത ജായിസത്ത് റാബിത്തത്തുൽ കുത്താബിൽ അർഡനീൻ. ജോർദാൻ നൽകുന്ന റാബിത്തത്തുൽ കുത്താബ് എന്നുള്ള അവാർഡ് ഇവർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ജായിസത്തു സുൽത്താൻ അൽ ഉവൈസ്. സുൽത്താൻ അൽ ഉവൈസ് എന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ജായിസത്തു അബ്ദുൽ അസീസ് സൗദ് അൽ ബാപ്തീൻ. കിങ് അബ്ദുൽ അസീസ് സൗദിന്റെ ഇതിൽ പേരിന് നൽകുന്ന അൽ ബാപ്തീൻ എന്ന് പറയുന്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജായിസത്തു കാഫാത്തീസ് അദ്ദുവലിയ. ജായിസത്തു സാലിയർനോ എന്ന് പറയുന്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോ പ്രധാനപ്പെട്ടത് റാബിത്തത്തുൽ കുത്താബിൽ അർദനി, അതുപോലെ ജായിസത്ത് അബ്ദുൽ അസീസ് സൗദ് അൽ ബാപ്തീൻ അവാർഡ്. മുഅല്ലഫാത്തുൽ മഷ്ഹൂറ. ഇവരുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് വഹ്ദി മഅൽ അയ്യാം. വഹ്ദി മഅൽ അയ്യാം എന്നുള്ളത് ഇവരുടെ ദീവാനാണ്, ഫദ്വി തൂഖാന്റെ ദീവാനാണ്. അല ഖിമത്തി ദുനിയ വഹീദൻ എന്നുള്ളത് ഇവരുടെ ഷഅറാണ്, ഇവരുടെ കവിതയാണ്. അല ഖിമത്തി ദുനിയ വഹീദൻ. അപ്പോൾ രണ്ടിലും വഹദുണ്ട്, ഒരു വഹദാനിയത്തുണ്ട്, ഒരു ഏകാന്തത രണ്ടിലുണ്ട്. അമാം അൽ ബാബിൽ മുഗലഖ് അഥവാ അടയ്ക്കപ്പെട്ട വാതിലിന് മുന്നിൽ എന്നുള്ള ഒരർത്ഥം. അപ്പൊ ഷിഅർ ഇവരുടെ അത് കവിതയാണ്. അഖി ഇബ്രാഹിം. ഇബ്രാഹിമിനെ പറ്റി എഴുതിയ, വളരെ വേദനാജനകമായിട്ട് ഇബ്രാഹിമിനെ ഓർത്തെഴുതിയ നസ്ർ, ഒരു ഗദ്യ സാഹിത്യം ഇവർക്കുണ്ട്. പിന്നെ ഇവരുടെ സിയർത്ത് ദാത്തിയ ബയോഗ്രഫി 2 പാർട്ടായിട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഒന്ന് റിഹലത്തുൻ ജബലിയ റിഹല സുഅബ. റിഹലത്തുൻ ജബലിയ റിഹല സുഅബ എന്നുള്ളത് 1ാമത്തെ പാർട്ടാണ്. അതുപോലെ റിഹലത്തുൽ അസ്അബ്, റിഹലത്തുൽ അസ്അബ് സിയർത്ത് ദാത്തിയ. അപ്പൊ ഇവരുടെ സിയർത്ത് ദാത്തിയയിൽപ്പെട്ടതാണ്. ജുസ്ഉ സാനി 2ാമത്തെ പാർട്ടാണ് റിഹലത്തുൽ അസ്അബ്. അപ്പൊ 1ാമത്തെ പാർട്ട് റിഹലത്തുൻ ജബലിയ റിഹലത്തുൻ സുഅബ എന്നുള്ളതും 2ാമത്തേത് റിഹലത്തുൽ അസ്അബ് എന്നുള്ളതും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വഹ്ദി മഅൽ അയ്യാം ദീവാൻ ഷിഅർ ലി ആരുടെയാണ്? യെസ്, ഫദ്വി തൂഖാനെയാണ്. ഫദ്വി തൂഖാന്റെയാണ് വഹ്ദി മഅൽ അയ്യാം എന്നുള്ള ദീവാൻ. അപ്പോ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. കാരണം കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയായിരുന്നു ഇത്.
അപ്പോൾ എല്ലാവരും ക്ലാസ് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആദ്യം മുതൽ പഠിച്ച എല്ലാവരുടെയും പ്രധാനപ്പെട്ട പോയിന്റുകൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറയാം. ആദ്യം മുതലുള്ള എല്ലാവരുടെയും, കാരണം നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മളിങ്ങനെ വിട്ടു പോകുന്ന കാര്യങ്ങളാണ് പലപ്പോഴും എക്സാമിന് വന്നിട്ട് നമുക്ക് പ്രശ്നം വരുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ പലരും ഈ ഒരു നമ്മൾ ചർച്ച ചെയ്തല്ലോ, ഫസ്റ്റ് ചർച്ച ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അവരുടെ ജനനത്തിന്റെ ഓർഡറിലാക്കുന്നതൊക്കെ. അപ്പൊ ഇത് പലരും എന്ത് ചെയ്യും, വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഓർഡറിൽ പഠിക്കുന്ന കാര്യമൊക്കെ വിട്ടുപോകുന്നതാണ്. അപ്പൊ ഈ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നത്. കാരണം നമ്മൾ അങ്ങനെ ചോദിക്കില്ല എന്ന് പ്രതീക്ഷിച്ചു പോകുന്ന ചില ഏരിയകളുണ്ട്. പക്ഷെ അങ്ങനെ ചോദ്യം വരുന്ന സമയത്താണ് നമുക്ക് എന്തായാലും ഏതെങ്കിലും ഒരാളുടെയെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കിത് ശരിയായ വിധത്തിൽ ആൻസർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇത്. അതുമല്ല, ഇപ്പോൾ നമ്മൾ വരുന്ന എക്സാമുകളിൽ മാക്സിമം നിങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇനി അടുത്ത ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ വന്നിട്ട് 1ഉം 2ഉം ശരി, 3ഉം 4ഉം ശരി, 3ഉം 1ഉം ശരി, അങ്ങനത്തെ ഓപ്ഷനൊക്കെ വന്നാൽ, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക മാക്സിമം, കഴിവിന്റെ പരമാവധി. കാരണം ഇതൊരു വിശദമായ മാസമാണ്. പിന്നെ അതുപോലെ വളരെ സ്ട്രഗിൾ ആണ്. കാരണം ഈ സുബൈക്ക് ശേഷമൊക്കെ ഈ സമയത്തൊക്കെ പലരും ഓൺലൈനിലൊക്കെ വന്ന് മാക്സിമം ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്ട്രഗിളിനുള്ള ഫലം എന്തായാലും ഉണ്ടാവും. അപ്പൊ ഒന്നാമത് നമ്മൾ ബാറൂദിയെ പറ്റി പറഞ്ഞു. ഇപ്പൊ മഹ്മൂദ് സാമി അൽ ബാറൂദി, ബാറൂദിയുടെ യഥാർത്ഥ പേര് മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ്. ഇദ്ദേഹം കെയ്റോയിലാണ് ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഷെർക്കസി വംശജരാണെന്ന് പറഞ്ഞു. പിന്നെ ഇദ്ദേഹം റഈസു വസ്റ മിസ്ര ആയിട്ടുണ്ട്. ഒരു കുറഞ്ഞ കാലയളവില് റഈസു വസ്റ മിസ്ര, ഈജിപ്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ട് ഇദ്ദേഹമാണ് റായിദു ഷിഅൽ അറബിയൽ ഹദീസ് എന്നറിയപ്പെടുന്നത്. റായിദു ഷിഅൽ അറബിയൽ ഹദീസ് എന്നറിയപ്പെടുന്നത് ബാറൂദിയാണ്. ഇദ്ദേഹം ജനിച്ചത് മിസ്റിലെ ഈത്തായ് അൽ ബാറൂദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ആ ഈത്തായ് അൽ ബാറൂദിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അൽ ബാറൂദി എന്നറിയപ്പെടുന്നത്. ഹുവ റായിദു മദ്രസത്തിൽ ബഅസി വൽ ഇഹ്യാഇ ഫി ഷിഅൽ അറബിയൽ ഹദീസ്, ആധുനിക അറബി കവിതയിലെ അൽ ബഅസ് വൽ ഇഹ്യാ, അതിനെ ഒന്ന് പുനർജീവൻ നൽകിയത് ബാറൂദിയാണ്. ലുഖ്ബ ബി ഫാരിസ് സൈഫ് വൽ ഖലം, ഫാരിസ് സൈഫ് വൽ ഖലം എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ റബ്ബ് സൈഫ് വൽ ഖലം ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട്. മാച്ച അബുഹു വഹുവ ഫി സാബിഅത്തി മിൻ ഉംരിഹി, ഇദ്ദേഹത്തിന്റെ 7ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെടുന്നത്. പിന്നെ സൗറ ഒറാബിയയിലെ ഇംഗ്ലീഷുകാർക്കെതിരെ ഇദ്ദേഹം സൗറ ഒറാബിയ എന്ന് പറയുന്ന ഒരു വിപ്ലവത്തിൽ പങ്കെടുക്കുകയും അങ്ങനെ അതിന്റെ കാരണത്താൽ ഇദ്ദേഹത്തിന് സറൻദ്വീപിലേക്ക് നാടുകടത്തുകയും ചെയ്തു. സറൻദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. പിന്നെ അവിടെ നിലകൊള്ളുന്ന ഒരു 17 വർഷക്കാലത്താണ് ഇദ്ദേഹം ഇംഗ്ലീഷ് പഠിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കവിതാ സമാഹാരമാണ് മുഖ്താറാത്തുൽ ബാറൂദി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ നബിയുടെ മദ്ഹില് രചിച്ച ഗ്രന്ഥമാണ് കശ്ഫുൽ ഉമ്മ ഫി മദ്ഹി സയ്യിദുൽ ഉമ്മ. ഖൈദുൽ അവാബിദ് ഇദ്ദേഹത്തിന്റെ നസ്റിലുള്ളതാണ്. അപ്പൊ ഷിഅറിലുള്ളത് മുഖ്താറാത്തുൽ ബാറൂദി, നസ്റിലുള്ളത് ഖൈദുൽ അവാബിദും. പിന്നെ ഇദ്ദേഹം കെയ്റോയിലാണ് മരണപ്പെടുന്നത്. അതുപോലെ അഹ്മദ് ഷൗക്കിയെ പറ്റി പറഞ്ഞു. അമീർ ശുഅറാ ഫിൽ അസ്ൽ ഹദീസ് എന്നറിയപ്പെടുന്നത് അഹ്മദ് ഷൗക്കിയാണ്. അമീർ ശുഅറാ ഫിൽ അസ്ൽ ഹദീസ് എന്നറിയപ്പെടുന്നത്. റായിദു ഷിഅൽ അറബി അൽ മസ്റഹി, അത് ഞാൻ ഈ നമ്മുടെ PYQ സെക്ഷനിൽ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷെ ഞാനത് ഉൾപ്പെടുത്തിയില്ല. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചോദിച്ചത് പാർട്ട് ടൈം HS 541/2019, അതായത് 2021 നടന്ന ഒരു ക്വസ്റ്റ്യന് എക്സാമിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. റായിദുൽ മസ്റഹി ഷഅരിയ ഫിൽ അദബിൽ അറബി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അവിടെ 4 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഓപ്ഷൻ എ അഹ്മദ് ഷൗക്കി, ബി മാറൂൻ നുഖാഷ്, സി തൗഫീഖ് അൽ ഹക്കീം, ഡി ഷൗക്കി ലൈഫ്. അപ്പൊ ഇതിൽ മാറൂൻ നുഖാഷ് ഒക്കെ പലരും പെട്ടെന്ന് മസ്റഹ എന്ന് കേൾക്കുമ്പോൾ മാറൂൻ നുഖാഷ് ഒക്കെ എഴുതും, തൗഫീഖ് ഹക്കീം ഒക്കെ എഴുതാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അഹമ്മദ് ഷൗക്കിയാണ് യഥാർത്ഥ ആൻസർ. അപ്പൊ അത് HS എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ
ഇദ്ദേഹം സ്പെയിനിലേക്കാണ് നാട് കടത്തപ്പെട്ടത്. ബാറൂദി സറന്ദീപിലേക്കും ഷൗഖി സ്പെയിനിലേക്കുമാണ് നാട് കടത്തപ്പെട്ടത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ദീവാനാണ് അഷൗഖിയാത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഷൗഖിയാത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ ദീവാനാണ്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന് നാടെടുത്തപ്പെട്ടല്ലോ. അപ്പോൾ മറ്റേ മഹ്മൂദ് സാമിൽ ബാറൂദി 17 വർഷം കൊണ്ട് ഇംഗ്ലീഷൊക്കെ പഠിച്ചു. അതിൽ പ്രഗത്ഭനായി ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചു. അതുപോലെ തന്നെയായിരുന്നു അഹ്മദ് ഷൗക്കിയും ഒരു വലിയൊരു മൽഹമ, ഒരു യുദ്ധത്തെ പറ്റി നമ്മുടെ ഇലിയഡ് എന്ന് പറയല്ലോ. അപ്പോൾ മൽഹമ രചിച്ചു. വളരെ സുദീർഘമായ ഒരു ഇതാണ്. ദുവൽ അറബി വഅൽമാൽ ഇസ്ലാം എന്നുള്ള പേരിലാണ് 1726 ബൈത്തുള്ള ഇദ്ദേഹത്തിന്റെ മരണശേഷമാണ് അത് പബ്ലിഷ് ചെയ്തത്. പിന്നെ ഇദ്ദേഹത്തിന്റെ മസ്രഹിയാത്തി ഹിശ്ശാരിയ നമ്മൾ പറഞ്ഞിരുന്നു. റായിദു ഷൽ മസ്രഹി എന്നറിയപ്പെടുന്നത് അഹ്മദ് ഷൗക്കിയാണ്. അപ്പൊ അതിൽപ്പെട്ടതാണ് മസ്റഉ ക്ലിയോപാട്ര, ഖംബീസ്, മജ്നൂൻ ലൈല, അലി ബക്കിൽ കബീർ, അൻതറ, സിത്ത് ഹുദ. പിന്നെ നഹ്ജുൽ ബുർദ, ഹമസിയ നബവിയ, സല്ലു ഖൽബി എന്നുള്ള ഈ ഗ്രന്ഥങ്ങളെല്ലാം ഇദ്ദേഹം നബിയുടെ മൽഹമ എന്ന് പറഞ്ഞാല് ഈ യുദ്ധത്തെ പറ്റി നമ്മള് യുദ്ധത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതുമല്ലോ. യുദ്ധത്തിനെ നമ്മളിങ്ങനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് എഴുതുന്ന ഒരു ഇതാണ് മൽഹമ. ഇതിഹാസ കാവ്യം എന്ന് പറയാം, വീരതിഹാസ കാവ്യം എന്നൊക്കെ പറയാം, യുദ്ധ ഇതിഹാസം എന്നൊക്കെ പറയാം. ക്ലിയർ അല്ലേ? മൽഹമ. അപ്പോ പിന്നീട് അൻതറ, സിത്ത് ഹുദ, ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ മസ്രഹയ ഷാരിയയ്ക്ക് ഉദാഹരണമാണ്. പിന്നെ നഹ്ജുൽ ബുർദ, ഹംസിയ നബവിയ, സല്ലു ഖൽബി ഇതെല്ലാം പ്രവാചക കീർത്തനത്തിൽപ്പെട്ട ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളാണ്. ഇദ്ദേഹത്തിന്റെ നോവലുകളാണ് ഫിർഔൻ അഖീറും അദ്റ അൽ ഹിന്ദ് പ്രധാനപ്പെട്ടത്. പിന്നെ 1932 മരണപ്പെട്ടു എന്ന് പറഞ്ഞു. 1932 മരണപ്പെട്ട വേറൊരാൾ കൂടിയുണ്ട്. ഹാഫിദ് ഇബ്രാഹിം. യെസ്. അപ്പൊ ഹാഫിദ് ഇബ്രാഹിം ഷാഅർ നീൽ എന്നറിയപ്പെടുന്നു, ഷാഅർ ഷഅബ് എന്നറിയപ്പെടുന്നു, ഷാഅർ വത്നി വൽ മുജ്തമഅ എന്നറിയപ്പെടുന്നു, ഷാഅർ മുത്തഹമ്മിസ് എന്നറിയപ്പെടുന്നു. ഇതെല്ലാം ഹാഫിദ് ഇബ്രാഹിമിന്റെ ലഖബുകളാണ്. പിന്നെ ഈ ബക്ക് എന്നുള്ള ഒരു വിശേഷണം കിട്ടിയ 1912 ബക്ക്. മദ്രസത്തുൽ യഹ്യ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതില് പെട്ട ഒരാളായിരുന്നു. കാരണം ഇദ്ദേഹം അവസാന സമയത്ത് ബാറൂദിയുമായിട്ട് ചേരുന്നുണ്ടെന്ന് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. 1932 ഇദ്ദേഹം മരണപ്പെടുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന്റെ ദീവാൻ മഹാകാവ്യം 3 പാർട്ടുകളിലാണുള്ളത്. അദ്ദീവാൻ എന്നുള്ള പേര് തന്നെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, അൽ മൂജിസ് ഫിൽ ഇഖ്തിസാദ് സിയാസി എന്നുള്ള ഗ്രന്ഥം ഖലീൽ ജിബ്രാനുമായിട്ട് ചേർന്നുകൊണ്ട് ഇദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ്. പിന്നെ കുറച്ചു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്ത അൽ ബുഅസ്സാ എന്നുള്ള ഗ്രന്ഥം തർജ്ജമ ചെയ്തതാണ്. നേരത്തെ പറഞ്ഞത് ഖലീൽ മുത്രാനുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഏതെഴുതിയത്? അൽ മൂജിസ് ഫിൽ ഇഖ്തിസാദ് സിയാസി എഴുതിയത്. ഖലീൽ മുത്രാൻ. ഇനി ബുഅസ്സാ ആണെങ്കിലോ വിക്ടർ ഹ്യൂഗോയുടെ തർജ്ജമ ചെയ്താണ് കേട്ടോ. ഒരു ഗ്രന്ഥം തർജ്ജമ ചെയ്താണ് അൽ ബുഅസ്സാ. കുറച്ചു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്തതല്ലേ. പിന്നീട് ഖലീൽ മുത്രാനാണ്. ഖലീൽ മുത്രാൻ ലെബനോണിലാണ് ജനിച്ചത്. മുത്രാൻ ലെബനാൻ, അങ്ങനെ കണക്ട് ചെയ്യാം. ഖലീൽ മുത്രാൻ ലെബനാൻ. ഷഅൽ ഖുത്രൈൻ എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മുമ്പ് PSC ചോദിച്ചാണ് ഈ ഖുത്രൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഖുത്രൈൻ കൊണ്ടുള്ള വിവക്ഷ ഏതൊക്കെ സ്ഥലങ്ങളാണ്? ഖുത്രൈൻ മിസ്റും ലെബനാനുമാണ്. യെസ്. ഇൻതഖല ഇല പാരീസിലോട്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പഠനത്തിന് വേണ്ടിയാണ്. പിന്നെ ഇദ്ദേഹം ചേരുന്ന ഒരു ഗ്രൂപ്പാണ് തുർക്കിയ അൽ ഫതാത്ത് എന്നുള്ള ഒരു ഗ്രൂപ്പ്. പിന്നീട് മിസ്റിലേക്ക് പാലായനം ചെയ്യുന്നുണ്ട്. പാരീസിന് ശേഷം മിസ്റിലേക്ക്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം, മിസ്റിലെ ജീവിതം തുടങ്ങുന്നത് തന്നെ അഹ്റാം എന്നുള്ളൊരു പത്രത്തിന്റെ പത്രാധിപരായിട്ടാണ്. നമ്മളിത് കണക്ട് ചെയ്തിരുന്നു. ഒരു പിരമിഡിന്റെ മുകളിൽ ആ പിരമിഡിനെ ശക്തിപ്പെടുത്താനായിട്ട് ഒരു കൊടി നിൽക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അൽ അഹ്റാം, അൽ മുഅയ്യിദ്, അൽ ലിബാ.
അപ്പോൾ മുഅയ്യിദിന്റെയും ലിവാഇന്റെയും എഡിറ്റർ ആയിരുന്നു അദ്ദേഹം. ക്ലിയർ അല്ലേ? പിന്നെ ഒരു മജല്ല മിസ്രിയ എന്നുള്ള പേരിൽ ഒരു മജല്ല ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അതിനുശേഷം അൽ ജവാനിബുൽ മിസ്രിയ എന്നുള്ള ഗ്രന്ഥമല്ല, പത്രം, ജരീദ. പിന്നെ ഹാഫിൽ ഇബ്രാഹിമിന്റെയും ഷൗക്കിയുടെയും മരണശേഷമാണ് ഇദ്ദേഹം ഷാൽ അഖ്താൽ അറബിയ എന്നറിയപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ മസ്സാ എന്നുള്ള ഗ്രന്ഥം, ഖസീദ, വളരെ പ്രസിദ്ധമായ ഖസീദയാണ്, കാവ്യമാണ്. പിന്നെ ഇവിടെയും പറഞ്ഞിട്ടുണ്ട് ഷേക്സ്പിയറിന്റെ കുറച്ച് മസ്റഹിയ ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തയിൽ, അതാണ് ഒതല്ലോ, മാഗ്ഡത്ത്, ഹാംലെറ്റ്, താജുൽ ബുന്ദൂഖിയ, മെർച്ചന്റ് ഓഫ് വെനീസ്. പിന്നെ മഅറൂഫ് റസാഫി, ഇദ്ദേഹമാണ് റായിദ് ഷുഅറാൽ ഇറാഖിയീൻ എന്നറിയപ്പെടുന്നത്. റായിദ് ഷുഅറാൽ ഇറാഖിയീൻ. നമ്മൾ കുറച്ചു മുമ്പ് വേറൊരു വിശേഷണം പറഞ്ഞിരുന്നല്ലോ, മഅറൂഫ് റസാഫിയുടെ. ഷാഇറുൽ ഹുരിയ, ഷാഇറുൽ ഹുരിയ മഅറൂഫ് റസാഫിയാണ്. നമ്മൾ ഇവിടെ പറഞ്ഞത് ഷാഇറുൽ ബുഅസാ എന്നൊരു വിശേഷണം കൂടിയുണ്ട്. ഷാഇറുൽ ബുഅസാ, കാരണം വളരെ ബുദ്ധിമുട്ടിൽ ജീവിച്ച ആളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരുപാട് പാവപ്പെട്ടവരുടെ വിഷമങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടൊക്കെ അറിയുന്നത് കൊണ്ടും അവരുടെ ഇടയിൽ ഒരാളായതുകൊണ്ടും ഇദ്ദേഹത്തിനെ ഷാൽ ബുഅസ എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം ഇർഷാദ് എന്ന പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു. പിന്നെ സഹാവിയുമായിട്ട് ഇദ്ദേഹത്തിന് തർക്കവിതർക്കം നടന്നിട്ടുണ്ട്. അൽ അമൽ എന്നുള്ള പത്രവും ഇദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം സ്ഥാപിച്ച പത്രമാണ് അൽ അമല്. പിന്നെ ഇദ്ദേഹം എഡിറ്റർ ആയിരുന്ന മാസികയാണ് അൽ ഇർഷാദ്. പിന്നെ ഇദ്ദേഹത്തിന് റുസാഫി, മഅറൂഫ് റുസാഫി എന്നുള്ള പേര് കൊടുത്ത ആരായിരുന്നു? എസ്, അൽ ആലൂസിയാണ്. ഇദ്ദേഹത്തിന്റെ ഗുരുനാഥനായ മഹമ്മൂദ് ശുക്രി അൽ ആലൂസിയാണ് ഇദ്ദേഹത്തിന് ആ പേര് കൊടുത്തത്. ഇദ്ദേഹത്തിന്റെ ദീവാൻ രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. ദീവാനു റുസാഫി എന്നും റുസാഫിയാത്ത് എന്നും അറിയപ്പെടുന്നുണ്ട്. റുസാഫിയാത്ത് 4 പാർട്ടായിട്ടാണ് റുസാഫിയാത്ത് നടക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് ഒരു മഹാകാവ്യം അദ്ദീവാൻ എന്നുള്ള പേരിലുണ്ടല്ലോ, അത് ആരുടെയായിരുന്നു? അദ്ദീവാൻ ഓക്കെ, ശുക്രൻ. അടുത്ത നഫ്ഹുത്തീബി ഫി ഖിതാബത്തി അൽ ഖതീബ്, ഇദ്ദേഹം ലെക്ചർ ആയിരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ. അപ്പോൾ ഇതിനെ ക്രോഡീകരിച്ചൊരു ഗ്രന്ഥമാക്കിയതാണ്. ഓക്കെ, ഒരുപാട് പേര് കമന്റ് ചെയ്തു. ഓക്കെ, ദുറൂസ് ഫി ആദാബിൽ ലുഗത്തിൽ അറബിയ, ഇദ്ദേഹത്തിന്റെ ലെക്ചറുകളുടെ ഒരു ക്രോഡീകരണമാണ്. ഇദ്ദേഹം അറബി ലാംഗ്വേജിൽ നടത്തിയ ലാംഗ്വേജിനെ കുറിച്ച് നടത്തിയ ക്ലാസിന്റെ ഒരു ലെക്ചറിന്റെ ക്രോഡീകരണമാണ് ദുറൂസ് ഫി ആദാബിൽ ലുഗത്തിൽ അറബിയ. അടുത്ത അല ബാബി സിജിന് അബിൽ അല എന്നുള്ളൊരു ഗ്രന്ഥം ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇത് ഏത് ഗ്രന്ഥത്തിന് എതിരെയാണ് രചിച്ചത്? ത്വഹ ഹുസൈന്റെ മഅ അബിൽ അല അൽ മഅരി എന്നുള്ള ഗ്രന്ഥത്തിന് എതിരെയാണ് ഇദ്ദേഹം രചിച്ചത്. അൽ അനാഷീദുൽ ഹയാത്ത് ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. അൽ അനാഷീദുൽ ഹയാത്ത്. യെസ്, ത്വഹ ഹുസൈന്റെ മഅൽ അബിൽ അല അൽ മഅരിയുടെ റദ്ദ് അല അബിൽ മഅ അബിൽ അല അൽ മഅരി എന്നുള്ള മഅൽ അബിൽ അല അൽ മഅരി എന്നുള്ള ത്വഹ ഹുസൈൻ ഗ്രന്ഥത്തിന് എതിരെയാണ് അല ബാബി സിജിന് അബിൽ അല എന്നുള്ള ഗ്രന്ഥം രചിക്കുന്നത്. പിന്നെ അബുൽ ഖാസിം ഷാബിയാണ്, ട്യൂണീഷ്യക്കാരനാണ്. 1909 ജനിച്ചത്. ഷാഇർ ഖലറാ എന്നറിയപ്പെടുന്ന കവിയാണ്. ഷാഇർ ഖലറാ. ഇതാണ് നമ്മൾ പറഞ്ഞ ഇദ ശഅബു യൗമൻ അറാദൽ ഹയാത്തു ഫലാ ബുദ്ദ അൻ യസ്തജീബൽ ഖദർ. പച്ചപ്പിന്റെ കവി. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, ഇദ്ദേഹത്തിന്റെ ഒരു ഇളം പ്രായത്തിൽ തന്നെ ഇദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ഷാഇർ ഖലറാ, അബുൽ ഖാസിം ഷാബി. അപ്പൊ അബുൽ ഖാസിം ഷാബിയുടെ
ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇദശ്ശഅബു യൗമൻ അറാദൽ ഹയാത്ത് ഫലാ ബുദ്ദ അൻ യസ്തജീബൽ ഖദറു. നമ്മൾ അർത്ഥം പറഞ്ഞതാണ്. അപ്പൊ ഇദ്ദേഹം എത്രാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നതെന്ന് ചോദിച്ചാല് 25-ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോ അൽ ഈമാനു ബിൽ ഹയാത്ത്, ഇറാദത്തുൽ ഹയാത്ത്, ജദ്വൽ ഹുബ്ബ്, അയ്യുഹൽ ഹുബ്ബ്, അപ്പൊ ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ കൃതികളാണ്. അഗാനിൽ ഹയാത്ത്, അഗാനിൽ, അപ്പൊ അഗാനി മിഹ്യാർ ദിമഷ്കി ആരാണ്? യെസ്, അഡോണിസിന്റെ ആണ് അഗാനി മിഹ്യാർ ദിമഷ്കി. അപ്പൊ നിങ്ങൾ ഈ കൺഫ്യൂഷൻ ആവുന്ന ഭാഗങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ രീതിയിലൊന്ന് എഴുതി വെക്കണം. ഇപ്പോ പലരും പല അറിവുകളായിരിക്കും പലരും കിട്ടുന്നത്. അപ്പൊ ആ കിട്ടുന്ന സമയത്ത് തന്നെ എന്താ കണക്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, അഗാനി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യും, അഗാനി മാത്രം പഠിച്ചു വെക്കും. പക്ഷെ അവിടെ ചിലപ്പോൾ ഒരു 4 അഗാനി അവിടെ ഉണ്ടാവും. അപ്പൊ അഗാനി ഹയാത്ത്, അഗാനി മിഹിയാർ ദമഷ്കി, അപ്പൊ അങ്ങനെ അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ കുറെ നാളുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങളിങ്ങനെ എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പിന്നെ ഇനി ഒരു അഗാനി വെച്ച് കേട്ടാൽ തന്നെ നമ്മുടെ ഏത് ബാബില, നമ്മുടെ ആ നോട്ടിൽ നമ്മൾ എവിടെയാണ് അത് കുറിച്ച് വെച്ചാൽ നമുക്ക് ഓർമ്മ വരും, അവിടെ അടുത്തത് ചേർക്കുക. അങ്ങനെ ചേർത്ത് പോവാം. എല്ലാം നമ്മുടെ ലോങ് ടൈം മെമ്മറിയിലോട്ട് കയറ്റാം. പിന്നെ നമുക്ക് വീണ്ടും അത് റെഫർ ചെയ്യേണ്ടി വരില്ല. ഓക്കെ. അപ്പോൾ ഈ അഗാനിൽ ഹയാത്ത് എന്നുള്ള ഗ്രന്ഥം ഇദ്ദേഹത്തിന്റെ മരണശേഷമാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇത് ആരുടെ കരങ്ങളാലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്? ആരാണ് അതിന് മുൻകൈ എടുത്തത്? യെസ്, അപ്പൊ ഷാബിയുടെ അഗാനിൽ ഹയാത്ത് ആരാണ് പബ്ലിഷ് ചെയ്തത്? അബൂ ഷാദി. അപ്പൊ അബുൽ ഖാസിം ഷാബി, അബൂ ഷാദി, അങ്ങനെ ഓർത്ത് വെക്കാം. അപ്പൊ അഗാനിൽ ഹയാത്ത് പബ്ലിഷ് ചെയ്തത് അഹമ്മദ് സക്കി അബൂ ഷാദിയുടെ കരങ്ങളിലാണ്. പിന്നീട് ഉമർ അബൂരീഷ സിറിയക്കാരനാണെന്ന് പറഞ്ഞു. ലണ്ടനിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് 6 ഭാഷകൾ നന്നായിട്ട് കൈകാര്യം ചെയ്യുമായിരുന്നു. ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷയിലും ഒരു ദീവാനുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട, നമ്മളിപ്പോ കുറച്ചു മുമ്പ് അബൂ ഷാദിയുടെ വാക്ക് പറഞ്ഞിരുന്നു, അതുപോലെയാണ് ഇദ്ദേഹത്തിന്റെയും. അന്നൽ അർദൽ അറബിയ അർദുൽ ബുത്തൂലാത്ത് വ ഇന്നഹ ജന്നത്തു ദുനിയ എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ്, ഉമർ അബൂരീഷയാണ്. സഫീർ സൂര്യ അൽ ഹിന്ദ്, അപ്പൊ ഇന്ത്യയിലേക്കുള്ള സിറിയൻ അംബാസഡർ ആയിരുന്നു ആര്? ഉമർ അബൂരീഷ. ഇദ്ദേഹം റിയാദിലാണ് മരണപ്പെടുന്നത്. റിയാദിൽ മരണപ്പെട്ടുവെങ്കിലും ഇദ്ദേഹത്തിന്റെ ശരീരം എവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്? തിരിച്ച് ഹലബിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഹലബിൽ കൊണ്ടുവന്നു. പിന്നെ ദീവാനു ബൈത്തിൻ വബയാൻ, ദീവാനു ബൈത്തിൻ വബയാൻ, യെസ്, കമന്റ് ചെയ്തിട്ടുണ്ട്. ഹലബിലേക്ക് കൊണ്ടുവന്നു. വെരി ഗുഡ്. അപ്പോൾ റിയാദിലാണ് മരണപ്പെട്ടെങ്കിലും, അപ്പൊ നമ്മൾ ഇതേപോലെ കുറച്ചു മുമ്പ് കുവൈറ്റ് വെച്ച് മരണപ്പെട്ടിട്ട് തിരിച്ച് ശരീരം കൊണ്ടുവന്ന ഒരാളെ പറ്റി പറഞ്ഞല്ലോ, കുവൈറ്റില്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ദീവാനു നിസാ, മസ്റഹിയത്ത് താജ്മഹൽ, മസ്റഹിയത്ത് താജ്മഹൽ. അപ്പോൾ നമുക്കറിയാം ഇദ്ദേഹം ഇന്ത്യൻ അംബാസഡർ ആയിരുന്നല്ലോ, ഇവിടേക്കുള്ള സിറിയയിൽ നിന്നുള്ള ഇന്ത്യൻ അംബാസഡർ ആയിരുന്നു. അപ്പൊ നമുക്ക് അറിയാം ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മസ്റഹിയത്ത് താജ്മഹൽ. അപ്പൊ പലരും മസ്റഹിയത്ത് താജ്മഹൽ വന്നാല് എന്ത് ചെയ്യും, അഹമ്മദ് ഷോക്കിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് ചില ആളുകൾ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ പോരുത്. മസ്റഹിയത്ത് താജ്മഹൽ ഉമർ അബൂരീഷ തന്നെ കണക്ട് ചെയ്ത് വെക്കുക. അടുത്ത നാസിക് അൽ മലായിക്ക, ഇറാഖി കവയിത്രിയാണ്. റായിദത്തു ഷിഅൽ ഹുർ എന്നറിയപ്പെടുന്നത്, അഥവാ ഫ്രീ വേഴ്സിന്റെ നായിക. ആദ്യമായിട്ട് കൊണ്ടുവന്നത്, സ്ഥാപിച്ചത് ആരാണ്? നാസിക് അൽ മലായിക്കയാണ്.
യെസ് യെസ്. ഈ ബദർ കോളറ ഇട്ടേക്കുന്നത് തെറ്റിദ്ധരിച്ചിട്ടാണോ അതോ മറ്റേതിന്റെ ഇതോടെ മിക്സ് ആയതാണോ? ഒരാൾ കമന്റ് ചെയ്തത് നേരത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെ, അതിന്റെ ആൻസർ ആയിരിക്കും. യെസ്, വേറെ ആണ്. ഓക്കെ, ശുക്രൻ. അപ്പോ നാസിക്കൽ മലായിക്കയുടെ ആണ് കോളറ എന്നുള്ള കവിത. അപ്പൊ ഇത് എപ്പോഴാ രചിച്ചത്? ആ 1947 അപ്പൊ ഈ കോളറ ഏതിൽ നിന്ന് എടുത്താണ്? ഏത് ദീപാനിൽ നിന്ന് എടുത്തതാണ്? ആ ദീപാന്റെ പേരെന്താ? യെസ്, ആഷിഖത്തുൽ ലൈൽ. ആഷിഖത്തുൽ ലൈലിൽ നിന്ന് എടുത്തിട്ടുള്ള അതിലെ ഒരു ഭാഗമാണ് ഈ കോളറ എന്നുള്ളത്. അപ്പൊ ആഷിഖത്തുൽ ലൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവണ്ട, അതിൽ നിന്നുള്ള ഒരു ഭാഗമാണ് കോളറ. പിന്നെ ഇവർക്ക് മജ്മുഅ ഖസസിയുണ്ട്, കഥാസമാഹാരവുമുണ്ട്. അത് അശംസുല്ലത്തി വറാ അൽ ഖിമ്മ എന്നുള്ളതാണ്. അശംസുല്ലത്തി വറാ അൽ ഖിമ്മ എന്നുള്ളതാണ് ഇവരുടെ മജ്മുഅത്തുൽ ഖസസിയ. പിന്നീട് നമ്മളെ പഴയ ഇതിലേക്ക് മടങ്ങി വന്നു. അപ്പൊ എല്ലാം ക്ലിയർ അല്ലേ? ഇന്നത്തെ സെക്ഷൻ എല്ലാം ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇപ്പോ അൽഹംദുലില്ലാഹ് എല്ലാവരും കഴിഞ്ഞ എല്ലാ സെക്ഷന്റെയും നോട്ട് എല്ലാം അവൈലബിൾ ആണ് നമുക്ക്, അല്ലെ? ഇനി നമ്മൾ ചെയ്യേണ്ട ഒന്നേ ഉള്ളൂ, നമ്മുടെ ഈ തുച്ഛമായ സമയത്തേക്കാണ് ഓൺലൈൻ ക്ലാസ്സെങ്കിൽ പോലും ഈ സമയത്തേക്ക് മാത്രം നിങ്ങളുടെ പഠിത്തം ചുരുങ്ങി പോരുത്. ബാക്കി ഒരുപാട് സമയമുണ്ട്. നമ്മൾ വേറെ മേഖലയിൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് PSC മാത്രം ശ്രദ്ധിക്കേണ്ട ഒരുപാട് ടൈം കിട്ടുന്നുണ്ട്. ഈ നോട്ടുകളെല്ലാം മാക്സിമം നിങ്ങൾ ഒറ്റ ഇരിപ്പിൽ നിന്ന് കുത്തിയിരുന്ന് പഠിച്ചിട്ട് പിന്നീട് മടി ബാധിച്ച് ഉറങ്ങിപ്പോയി പിന്നീട് ഒരു സത്യത്തെ ഈ ടൈം എന്ന് പറഞ്ഞാല് നമ്മളൊന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യും? നമ്മൾ ചിന്തിക്കുന്ന ഒരു 5 മിനിറ്റ് കിടക്കാമെന്നായിരിക്കും, പക്ഷെ അത് ചിലപ്പം മണിക്കൂറുകളിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു ഉറക്കത്തിന്റെ ലെവലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് നടന്നിട്ട് വരിക. അപ്പൊ ഒറ്റ കുത്തിയിരുന്ന് പഠിക്കരുത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഇത് പഠിക്കാൻ വേണ്ടി വായിക്കുന്നുള്ള ചിന്തയിൽ വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് അലസത ബാധിക്കും. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഫ്രീ ആയിട്ടിരുന്നു. ഇപ്പൊ തന്നെ ഈ ഒരു നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് ഈ PDF. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ക്ലാസ്സിന്റെ PDF നിങ്ങൾ 3ാമത്തെ ദിവസം എന്ത് ചെയ്യുക? ഫസ്റ്റ് ക്ലാസ്സിന്റെ PDF ഒന്നുകൂടെ വായിച്ചു വെക്കുക. ഇനി സെക്കൻഡ് ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പോൾ അടുത്ത ക്ലാസ് 4ാമത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യുക? നിങ്ങൾ 2ാമത്തെ ക്ലാസ്സിന്റെ PDF ഒന്നുകൂടെ വായിച്ചു വെക്കുക. അപ്പൊ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ നടന്ന പാഠങ്ങൾ എന്ത് ചെയ്യും? ക്ലാസ്സുകളെല്ലാം നിങ്ങളെ മനസ്സിൽ നല്ല സോൾഡ് പ്രൂഫായിട്ട്. നോമ്പായോണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്, ഉറക്കം ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ എങ്കിൽ പോലും മാക്സിമം നമുക്ക് കാരണം ഏറ്റവും നമ്മുടെ ബുദ്ധിമുട്ടുള്ള സമയത്തായിരിക്കും നമുക്ക് ഏറ്റവും നല്ല സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നത്. ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്നാണല്ലോ, നമ്മുടെ ഞെരുക്കമുള്ള സമയത്ത് തന്നെ ആയിരിക്കും നമുക്ക് എളുപ്പം ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക. നോട്ടുകളെല്ലാം വീണ്ടും വായിച്ച് സോൾഡ് പ്രൂഫ് ആയിക്കൊണ്ടിരിക്കുക നമ്മുടെ മനസ്സിൽ. പിന്നീട് നമ്മളിപ്പോ ഷാറിനെ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഹാഫ് ഇബ്രാഹിം എന്ന് പറയുന്ന പോലെ ഈ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ അങ്ങനെ പഠിക്കുക. നഹവ് നിങ്ങൾ ഒരുപാട് ചെയ്തു നോക്കുക തന്നെ വേണം, കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. നഹവ് ഒരുപാട് ചെയ്തു നോക്കുക. ബലാഗയിലേക്ക് ഓരോ കായികയും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരു സംശയം ഉണ്ടാവരുത്. ഒരു സംശയം ഉണ്ടാവാത്ത വിധത്തിൽ അതിനെ എല്ലാം സോൾഡ് പ്രൂഫ് ആക്കിയിട്ടേ പോകാവൂ. കാരണം നമ്മളൊരു ഇനി അടുത്ത നമ്മുടെ 60ന്റെ ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ ഒരേപോലെ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കറക്റ്റ് നമ്മൾ പഠിച്ചു തന്നെ പോവാവും. ഇപ്പൊ നമ്മൾ 5 കാര്യം, ഇപ്പൊ ഒരു ഭാഗത്തിന് 5 കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പൊ അതിൽ ഒന്ന് നമ്മൾ സോൾഡ് പ്രൂഫ് അല്ലെങ്കിൽ ഒന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ ബാക്കി 4 പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ കറക്റ്റ് എന്ത് ചെയ്യുക? എല്ലാം വീണ്ടും വായിച്ച് അതിനെ നല്ല ഉറപ്പിച്ച് പോവുക. കാരണം നമ്മള് ഇത് നമ്മുടെ ഇപ്പോഴത്തെ അവസരമാണ്. ഇനി കുറച്ചുകൂടെ ദിവസങ്ങൾ ഇനിയും നമ്മൾ ബാക്കിയുണ്ട് പഠിക്കാനായിട്ട്. പഠിച്ചതെല്ലാം നന്നായിട്ട് റെഫർ ചെയ്യുക. ഈ പഠിച്ചത് ഒരിക്കലും നിങ്ങൾ എന്തായാലും മറന്നു പോകരുത്. ഇനിയിപ്പോ നമ്മൾ പഠിക്കാത്തതിനെ പറ്റി നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ, പക്ഷെ ഈ പഠിച്ചത് ഒരിക്കലും ഇനി കയ്യിൽ നിന്ന് പോകരുത്.
അത് വീണ്ടും വീണ്ടും റെഫർ ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. പിന്നെ നിങ്ങളുടെ വോയിസ് തന്നെ മാക്സിമം നോട്ടുകൾ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് അടുക്കളയിൽ നിൽക്കുമ്പോഴും അതുപോലെ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ഒരുപാട് കേൾക്കുക.